എവരിവൺ, ഇന്ന് അഫിനിറ്റി എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഗു ആണെങ്കിൽ ആ ഒരു ക്രെയിനിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണെന്നാലും നമ്മൾ 5ാമത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ വൂനാണെങ്കിൽ നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവളാണെങ്കിൽ അവൻ എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇവന് വരെ ശക്തി കൊണ്ട് ഇവൻ അഫിനിറ്റി ബി ബാധിച്ചതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ശക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ജീവനോട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ അവളുടെ കൈ നീട്ടിയിട്ട് അവനെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു. കാരണം അവളുടെ ജീവൻ രക്ഷിച്ച ഒരാളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ കൈ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ക്രെയിനിൻ്റെ വേറൊരു അറ്റം തട്ടിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് അവൾ അങ്ങോട്ട് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവൻ്റെ കൈ വിട്ടിട്ട് അവളുടെ ഒപ്പം താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഹാർട്ട് ഷേപ്പിലുള്ള ബലൂൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അവർ വീഴുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയം ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല സുരക്ഷിതമായിട്ട് തന്നെ അവൻ താഴേക്ക് ഇറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇവർ പരസ്പരം ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ട് കൂടെ എന്നെ രക്ഷിക്കാൻ നോക്കിയതെന്നുള്ള രീതിയിലുള്ള സംസാരവും, അതുപോലെ തന്നെ ഇവൻ എന്ത് വന്നു കഴിഞ്ഞാലും ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു അവിടെ പെട്ടെന്ന് വേറൊരു അഫിനിറ്റി ബി ബാധിച്ചിട്ടുള്ള ഒരു ഒക്ടോബസിനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത്. സോ അതാണെങ്കിൽ ഇവരെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കഥാനായകൻ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് തന്നെ ഇത്രയും ഇങ്ങനെ കെയർ ചെയ്യുന്നത്, തന്നെ ഓരോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്കിടയിൽ. കൂടെ തന്നെ ഈ ഒരു ഒക്ടോബസിനെ കുറിച്ചിട്ട് അവൾക്ക് അറിയില്ലല്ലോ. സോ അഫിനിറ്റി ബി ബാധിച്ചിട്ടുള്ള ഈ ഒരു ഒക്ടോബസിനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് നമ്മുടെ ഡയറക്ടർ വെച്ചതാണ്. അങ്ങനെ ഡയറക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള റിസർച്ച് കാര്യങ്ങൾ, സോ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ എത്രമാത്രം തനിക്ക് നീ പ്രിയപ്പെട്ടതാണെന്നുള്ള കാര്യം അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്ത് കാരണവശാലും നിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആ റന്നുകളൊക്കെ ഉണ്ടല്ലോ. സോ അവരൊക്കെ അവരിലൊരു മെയിൻ ഒരാളുണ്ടായിരുന്നത്. സോ അവന് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവൾക്ക് നല്ല പേടിയായി ബാക്കിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നല്ല അട്ടഹാസത്തിൽ ഇവരെ കളിയാക്കി, നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, ഇത്രമാത്രം ഞങ്ങൾ ഇത്രയിട്ട് ഓടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എങ്ങനെയെങ്കിലും മരിച്ചിട്ടുണ്ടാവും, സോ ക്രെയിനിനൊക്കെ വേണം മരിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ, നീ അവളെ സംരക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള സംസാര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരാണെങ്കിൽ മാക്സിമം അവളെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ ഇവർ പരസ്പരം അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഒരു ഒക്ടോബസ് നല്ല രീതിയിൽ തന്നെ ഈ റണ്ണും അതുപോലെ തന്നെ ഈ അഫിനിറ്റി ബി ബാധിച്ചിട്ട് നമ്മൾ ഗൂവും തമ്മിൽ നല്ല രീതിയിൽ തന്നെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ ആ ഒക്ടോബസ് ഉണ്ടല്ലോ, സോ അതാണെങ്കിൽ ഇവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് ഇവളുടെ ശക്തി ബ്ലഡോ കാര്യങ്ങളൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ അവൻ ഇവളെ വിടുന്നുണ്ട് കേട്ടോ. കാരണം ഒക്ടോബസിനെ ഇനിയും അവൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് മരണം വരെ സംഭവിക്കും. സോ ഇവൻ്റെ ആ ഒരു ബ്ലഡ് കാര്യങ്ങളൊക്കെ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഒക്ടോബസിൻ്റെ കൈ വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഓറഞ്ച് ഡ്രസ്സ് ഇട്ട് വന്നിട്ടുള്ള റന്നുകളുണ്ട്. സോ അവനെ വെറുതെ വിടുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവൻ്റെ കൈ നീട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഒക്ടോബസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒക്ടോബസ് ആണെങ്കിൽ ഇവൻ്റെ കയ്യിലുള്ള ആ ഒരു എനർജി കാര്യങ്ങൾ ബ്ലഡൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. സോ ഇവൻ്റെ എനർജി ഫുള്ളായിട്ട് ലോസ് ആക്കാൻ, ഇവൻ്റെ ശക്തിയൊക്കെ ലോസ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ കൂടെ ആ ഒരു റന്നുണ്ടല്ലോ, ആ ഓറഞ്ച് ഡ്രസ്സ് ഇട്ടിട്ടുള്ള അവനാണെങ്കിൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള വൂൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഉപദ്രവിക്കാൻ നോക്കുന്ന പോലെ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ കഥാനായകന് സഹിക്കാൻ പറ്റുന്നത്. സോ ഇവനാണെങ്കിൽ ആ ഒരു ഒക്ടോബസിൻ്റെ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു സമയം തന്നെ നല്ല രീതിയിൽ തന്നെ മുറുക്കി പിടിച്ചിട്ടൊക്കെ ഇവിടെ മാക്സിമം എനർജി യൂസ് ചെയ്തിട്ട് റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒക്ടോബസിനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ആ ഒരു എക്സാക്ട് സമയത്ത് തന്നെ ആ ഒരു ഓറഞ്ച് ഡ്രസ്സ് ഇട്ട പയ്യനെ റൺ ബാധിച്ചിട്ടുള്ള അഫിനിറ്റി ബി ബാധിച്ചിട്ടുള്ള ആ ഒരു പയ്യനെയും കൂടെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒക്ടോബസിന് എന്തൊക്കെയാണോ പറ്റുന്നത് അതുപോലത്തെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവനും പറ്റുന്നുണ്ടായിരുന്നു. ഇവന് ഹാർട്ടൊക്കെ നല്ല രീതിയിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവനവിടെ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവളാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഗുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. സോ എന്നിട്ട് എന്തിനാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ അവനെ നിൻ്റെ ജീവൻ ബലി കൊടുക്കുന്നത്, നിനക്ക് ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെടില്ല, നിൻ്റെ ശക്തിയൊക്കെ നഷ്ടമാവില്ല എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ എനർജിക്ക് എനിക്ക് വേഗം തന്നെ തിരിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ചിന്തിക്കുന്ന ഒരു എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സലൈവ അവൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ശക്തികളും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടും ഇവന് ഓവർകം ചെയ്ത് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു റൺ ബാധിച്ചിട്ടുള്ള ഓറഞ്ച് ഹുഡി ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആൾ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവളാണെങ്കിൽ ഇവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. ഇവന് തീരും വയ്യ കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ടറിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തിക്കണമല്ലോ. ഈ ഒരു സമയമാണെങ്കിൽ ഡയറക്ടറിന് ആ ബാക്കിയുള്ള രണ്ടുപേരും കൂടെ നല്ല ഇട്ടിട്ട് തന്നെ പണി കൊടുക്കുന്നുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, ഇവർ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ വൂവും ഗൂവും ഒന്നിച്ചാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലാതെ വേറൊരു ഗേളും കൂടെ ഉണ്ടല്ലോ. സോ ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ജലസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വേറെ
ഒന്നല്ല, ഇവൾക്ക് നമ്മുടെ ഗൂവിനെ ഈ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ അവളുടെ ഒപ്പമാണെന്നുള്ള അറിഞ്ഞപ്പോൾ ഭയങ്കര ജലസും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമാണെങ്കിൽ നമ്മുടെ വൂ ആണെങ്കിൽ ഗൂവിനെ പൊക്കി പിടിച്ച് വരുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ഡയറക്ടർ പോയിട്ട് ഇങ്ങോട്ട് ഒരുമിച്ച് ഒരു ഷോൾഡറിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തന്നെ ഇവൻ എന്ത് പറ്റിയതാണെന്ന് ഇവർക്ക് അറിയാമല്ലോ. സോ എനർജി കാര്യങ്ങളൊക്കെ ലോസ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ഒരു ഉള്ളിലേക്ക് അവനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവനെ ആക്കിയിട്ട് പോകുന്നുണ്ട്. കാരണം ഇവൻ എത്രമാത്രം വൈകാരികമായിട്ട് ഭീകരമായിട്ട് പ്രവർത്തിക്കുന്നുള്ള കാര്യം അറിയില്ല. സോ അതുകൊണ്ട് തന്നെ അവനെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ ആ ഒരു മറ്റേ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യവും പൊസസീവും എല്ലാം ഒരുമിച്ച് വന്നിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇവൾക്ക് ഗൂനെ നല്ല രീതിയിൽ ഇഷ്ടമാണ്. സോ വൂ അവളുടെ അടുത്തേക്ക് അവൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ആയി പോകുന്നത് ഇവൾക്ക് പറ്റുന്നില്ല. ആ ഒരു സമയമാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സംഭവം വേറെ നല്ല ചെറിയൊരു അടിയും കാര്യങ്ങളൊക്കെ കണ്ണിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുടെ അടുത്ത് നിന്നല്ല, ഗൂൻ്റെ അടുത്ത് തന്നെയാണ്. അവൻ കുറച്ച് വയലൻ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെയുള്ള ഗേൾസിനോടൊക്കെ. അപ്പോൾ ഇവൾ പോയി നോക്കാം എന്നുള്ള രീതിയിലൊന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വേണ്ട, അവൻ കുറച്ച് വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയമാണെങ്കിൽ അവന് തീരെ ബോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവൻ ഫുൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയറാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യമില്ല. അപ്പോൾ മറ്റേ പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവനൊന്ന് സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഊരാൻ നോക്കുന്നതും അതുപോലെ തന്നെ ഇവളുടെ സലൈവ് എടുത്തിട്ട് അവൻ്റെ സലൈവയ്ക്ക് ജോയിൻ ആക്കാൻ നോക്കുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ ഒപ്പം മറ്റുള്ളപ്പായിട്ടുള്ള പൊസസീവും കാര്യങ്ങളും ഇവളുടേതാവണം ഇവൻ എന്നുള്ള ചിന്തയിലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഓരോ ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയം അവൾ മാക്സിമം അവളെ വീടാക്കി തള്ളി മാറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കുത്തിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. FNTB ബാധിച്ചതാണ് നിനക്കെന്നുള്ള കാര്യങ്ങൾ എനിക്ക് കുറിച്ച് അറിയാം. സോ നീ അതൊന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അവൾക്ക് നല്ല രീതിയിൽ തന്നെ കഴുത്തൊക്കെ നേരിച്ച് അവൾ തിരിച്ച് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവളുടെ ഉദ്ദേശം നല്ലതല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. സോ അങ്ങനെ അവൾ കഴുത്തിങ്ങനെ നേരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ വൂ ആണെങ്കിൽ ഇത് കണ്ടുവരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവളാണെങ്കിൽ ഇവൾ ചിന്തിക്കുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വയലൻ്റ് ആയിട്ട് ഇവളെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. സോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവളെ പരസ്പരം മാറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഗൂ ആണെങ്കിൽ വൂവിനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയൊരു രീതിയിലൊക്കെ അവൾക്കാണെങ്കിൽ ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ മറ്റൊരു നോക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ അവിടെ ഒരു കിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവനെ ഒന്ന് ശാന്താക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സംഭവം. പക്ഷേ ഇവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ദിസ് ഈസ് അമിന സൈനിങ് ഔട്ട്. ബൈ.